ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും ഒരു കളർ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത് നിർത്തിയത് മോഹൻലാലിൻ്റെ ഡ്രോയിങ് ആയിരുന്നു. കളർ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരച്ച് നിർത്തിയത് മോഹൻലാലിൻ്റെ ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രോയിങ് നിങ്ങൾ കണ്ടിട്ട് വരച്ച് നോക്കിയോ എന്നുള്ള കാര്യം കമൻറ്റ് അറിയിക്കുക. എനിക്ക് തോന്നുന്നു ആ വീഡിയോ അത്യാവശ്യം കുറച്ച് വ്യൂവേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പേർക്ക് യൂസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോ. പിന്നെ ഞാൻ വീണ്ടും കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കളർ പെൻസിൽ നമ്മൾ വാങ്ങി വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഡ് ഇങ്ങനെ പൂത്തിട്ട് ഒടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നം വന്നുകൊണ്ടാണ് വീണ്ടും വീണ്ടും കളർ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാനുള്ളൊരു തീരുമാനം ഞാൻ എടുത്തത്. കാരണം വെച്ചാൽ നമ്മൾ ഇത്ര വില കൊടുത്ത് വാങ്ങിയിട്ട് വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടമല്ലേ. അതുകൊണ്ട് പിന്നെ അത് തന്നെയല്ല, എനിക്ക് കളർ പെൻസിൽ നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് പഠിക്കേണ്ട ആവശ്യവും കൂടെ ഉണ്ട്. കാരണം എനിക്ക് വർക്കൊക്കെ വരുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ കളർ പെൻസിലൊക്കെ ആണെങ്കിൽ എടുക്കാറില്ല അങ്ങനെ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊന്ന് കളർ പെൻസിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തൊരു പ്രാക്ടീസ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു 2 വർക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കളർ പെൻസിൽ ഉപയോഗിച്ച്, ബാക്കിയെല്ലാം അല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് കളർ പെൻസിൽ ചെയ്ത് പഠിക്കുവാണെങ്കിൽ അതും നമുക്കൊരു ഗുണമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആണ് ഞാൻ കളർ പെൻസിൽ ഡ്രോയിങ് തന്നെ വീണ്ടും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള മുമ്പുള്ള സമയത്ത് കുറച്ച് കളർ പെൻസിൽ ഡ്രോയിങ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പറഞ്ഞാൽ വെറുതെ പെൻസിലിരുന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിലും കളർ പെൻസിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കെടുത്തൊന്ന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ വെറുതെ അത് ഇരുന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ലെഡ് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൽ 2 പേരാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരാളെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ആളെ നമുക്ക് വരച്ചാൽ മതി. പിന്നെ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഇമേജ് ഞാൻ ചെയ്തേക്കുന്നതിൻ്റെ ആ ഒരു ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഈ റെഫറൻസ് ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾക്ക് എടുത്തിട്ട് നോക്കാവുന്നതാണ്, വരയ്ക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പം ഇത് ജസ്റ്റ് കളർ പെൻസിൽ ഡ്രോയിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം മാത്രം ചെയ്യാം. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ നോക്കി വരയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് സമയമുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ മെത്തേഡ് സെയിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ടോവിനോയുടെ ഫോട്ടോ വരച്ച സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയാണോ ആ ഒരു ആക്ടറിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ എല്ലാം സെയിം ആയിട്ട് തന്നെ വരച്ച് പോകുന്നത് അല്ലെങ്കിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഏത് ഫോട്ടോ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിലും ആ രീതി തന്നെ നിങ്ങൾ വരച്ചാൽ മതി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആരെയാണോ അയാളെ നിങ്ങൾക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് കമൻറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഡ്രോയിങ് അങ്ങനെ കമൻറ്റ് നോക്കി ചെയ്യാത്തത്. നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിരുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ഡ്രോയിങ് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നേരത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കളർ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റ് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ വാങ്ങി വെച്ചേക്കുന്ന ഈ ഒരു ബ്രഷോടെ തന്നെ സെറ്റ് നിങ്ങൾ വാങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല ഈസി ആയിട്ട് തന്നെ സ്കിൻ ടോൺ ചെയ്തെടുക്കാൻ പറ്റും. അത് തന്നെയല്ല, നമുക്ക് പെട്ടെന്ന് ഈ ഒരു കളർ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ചില പെൻസിലൊക്കെ നമുക്ക് ഒരുപാട് അമർത്തി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ നമുക്ക് പേപ്പറിലേക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ലൈറ്റായിട്ട് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും നല്ല രീതിക്ക് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 2-3 ടൈപ്പ് സ്കിൻ കളർ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മുടെ ഫോട്ടോ, അതായത് നമ്മൾ വരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഫോട്ടോയെ അപേക്ഷിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. പറ്റുമെങ്കിൽ ഈ സെറ്റ് തന്നെ വാങ്ങി വെക്കാം കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ടെന്നാൽ പോലും നിങ്ങൾ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ പറഞ്ഞ നമുക്ക് ഇനി മുമ്പോട്ടുള്ള സമയത്ത് കൂടുതലായിട്ടും കളർ പെൻസിൽ ഡ്രോയിങ് ഉൾപ്പെടുത്താം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പെൻസിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനിയുള്ള സമയത്ത് അങ്ങനെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ഈ രീതിയിൽ വരച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും വരച്ചെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഏത് കളറാണ് ഉപയോഗിച്ച് ഞാൻ വരയ്ക്കുന്നെങ്കിൽ ആ ഒരു കളറിൻ്റെ ആ ഒരു നെയിം ഞാൻ കാണിച്ചേക്കാം. അപ്പം അതെടുത്തിട്ട് നിങ്ങൾ വരച്ചാൽ മതി. അതായത് ഈ സെറ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ഒരു പെൻസിൽ എടുത്തിട്ട് നിങ്ങൾക്ക് വരച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ പറ്റുമെങ്കിൽ വാങ്ങി വെക്കാം കേട്ടോ. കളർ പെൻസിൽ ഡ്രോയിങ്ങും സാധാ പെൻസിൽ ഡ്രോയിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കാൻ പറ്റുന്ന ഒന്നല്ല. അതേസമയം നമുക്ക് പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ അത് മായ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പേപ്പർ സ്റ്റംപ്സ് അല്ലെങ്കിൽ ബ്രഷൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ ഒരു കാര്യം നടക്കില്ല. നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് തന്നെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ പെൻസിൽ ഡ്രോയിങ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും. അതേ സമയം നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി സമയം തന്നെ നമുക്ക് വേണ്ടി വരും. അതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ കുറച്ച് സ്മൂത്തായിട്ട് പേപ്പറിൽ വേണം നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പം മറ്റേ ഡ്രോയിങ് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും
അതിലും കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറിൽ വേണം നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കളർ പെട്ടെന്ന് നല്ല രീതിയിൽ അതിനകത്ത് വരച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കളർ പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ. അപ്പം നമുക്ക് ഞാനിപ്പോൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഐവറി പേപ്പർ സ്മൂത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ വാങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കളർ പെൻസിൽ ഡ്രോയിങ്ങും അതുപോലെ തന്നെ സാധാരണ വായിക്കാൻ വേണ്ടി ഡ്രോയിങ്ങും ചെയ്യാൻ സൂപ്പർ പേപ്പറാണ് കേട്ടോ. ഈ ഒരു പേപ്പറിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമെങ്കിൽ വാങ്ങിയാൽ മതി. നല്ല പേപ്പറാണ്. ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വർക്ക് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ ഇടാനും വേണ്ടിയിട്ട് ഞാൻ ഈ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് സ്കിൻ കളർ നമ്മൾ കൊടുക്കുമ്പം ഒരു ലെയറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ ലെയർ കൊടുത്താൽ നമുക്ക് ആ ഒരു ഫോട്ടോകളുടെ കളറൊന്നും നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കിട്ടത്തില്ല. നമ്മൾ വീണ്ടും ഒരു ലെയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കളറിലേക്ക് എത്തുന്നത്. അപ്പം അതിന് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഒരുപാട് സമയം വേണ്ടി വരുന്ന കേസ് തന്നെയാണ് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ക്ഷമയും നല്ല സമയമൊക്കെ വേണം തീർച്ചയായും നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കളർ പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഏത് ഡ്രോയിങ് ആണെങ്കിലും ചെയ്യാൻ വേണ്ടി ഇരിക്കാവുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ടോവിനോയുടെ ആ ഒരു ഫേസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്നതന്നെ ഉള്ളൂ. വലിയ ചിരിയും അല്ലെങ്കിൽ ഒരുപാട് പല്ല് കാണുന്ന ഭാഗങ്ങളൊന്നും ഇല്ല. അതേസമയം നമുക്ക് ഈ ഒരു ഐശ്വര്യലക്ഷ്മിയുടെ ആ ഒരു ഫോട്ടോയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കുറച്ച് ചിരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ പല്ലുകളൊക്കെ നല്ല രീതിയിൽ പുറത്ത് കാണുന്ന രീതിയിലാണ് ആ ഒരു ഫോട്ടോയിൽ വന്നേക്കുന്നത്. അപ്പോൾ പലർക്കും പല്ല് വേണ്ടി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രോയിങ് എനിക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോ കണ്ട സമയത്ത് തന്നെ എനിക്കിത് വരയ്ക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ തുടങ്ങിയത് കൂടിയാണ്. പിന്നെ പലർക്കും ഒരു പേപ്പറിൽ തന്നെ 2 പേരെ വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് A4 പോലും നമുക്ക് 2 പേരൊക്കെ ഈസി ആയിട്ട് വരയ്ക്കാവുന്നുള്ളൂ. അപ്പോൾ അതുപോലും പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അവർക്കും ഈ വീഡിയോ യൂസ് ആവും. പിന്നെ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നിങ്ങൾ ഒരാളെയൊക്കെ വരച്ചാൽ മതി. അതായത് സിംഗിളായിട്ടുള്ള ഫേസൊക്കെ വരച്ച് പഠിക്കുക. പിന്നീട് നിങ്ങൾ 2 പേരെയൊക്കെ വരച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 കൂടെ ഒന്നിച്ച് വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യത്യസ്തമായുള്ള ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന ഇതില്ലേ, അങ്ങനെയുള്ള ഫേസ്, പിന്നെ ഡയറക്റ്റ് മുമ്പിൽ നോക്കുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം. അപ്പോൾ ഓരോ തരത്തിലുള്ള ഫേസ് വരച്ച് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡിങ് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഫേസിൽ ഒരുപാട് ഷാഡോസൊക്കെ വരുന്ന ഫോട്ടോ നോക്കിയിട്ട് വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ചില ഫോട്ടോയിൽ ഡയറക്റ്റ് ഫേസിൽ ലൈറ്റ് അടിച്ചിട്ട് നമുക്കതിൽ ഷെയ്ഡിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില ഫോട്ടോസ് ഉണ്ട്. അതായത് ഷാഡോസ് ഒന്നും ഇല്ലാത്ത ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോ സെലക്ട് ചെയ്യാണ്ട് ഷെയ്ഡിങ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതലായിട്ടും ഫേസിൽ ഒരുപാട് ഷാഡോസ് ഉള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത് വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ ആദ്യം ഒരു സെറ്റ് വാങ്ങിയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ വെറുതെ കുറേ നോക്കിയിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് വരച്ച് തുടങ്ങേണ്ടതൊന്നും ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. ഏത് കളറാണ് ആദ്യം കൊടുക്കേണ്ടത്. കാരണം സ്കിൻ കളറൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ വരച്ചിട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. കുറേ നാളത്തേക്ക് ഞാനിപ്പോൾ പെൻസിൽ വെറുതെ വെച്ചേക്കുമായിരുന്നു. നമ്മൾ മേടിച്ചിട്ട് ചുമ്മാ കുറേ നാളത്തേക്ക് പെൻസിൽ വെറുതെ വെച്ചേക്കുമായിരുന്നു. കാരണം വരയ്ക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. കാരണം വരച്ചിട്ട് ശരിയാകുന്നില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ വരയ്ക്കാണ്ട് പെൻസിൽ വെറുതെ മാറ്റി വെക്കുമായിരുന്നു. കൂടുതലായിട്ടും വായിക്കാൻ വേണ്ടി ഡ്രോയിങ് ആയിരുന്നു ഞാൻ പിന്നെ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്കും ഒരു വിഷയം തോന്നില്ല, ചെയ്യാൻ വേണ്ടി ഒരു താല്പര്യം തോന്നില്ല. എങ്ങനെയാണ് ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ള താല്പര്യത്തിൽ നമ്മൾ വീണ്ടും തുടങ്ങിയതാണ്. ഏതായാലും അത് നമ്മൾ ചെയ്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കി നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. പിന്നെ നമ്മൾ ഇപ്പം അങ്ങനെ എല്ലാ വീഡിയോസും വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. നമ്മൾ തീർച്ചയായും വരച്ച് തന്നെ നോക്കിയാൽ അത് നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താണ് കാര്യം. മെയിനായിട്ട് നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാണ്ട് സാധിക്കത്തുള്ളൂ. കാരണം നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോരുത്തർ വരയ്ക്കുന്ന കാണുമ്പോൾ നമുക്ക് കുഴപ്പം ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ വരയ്ക്കാതിരിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ വരച്ച് തന്നെ നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇങ്ങോട്ട്. കാരണം വെച്ചാൽ ഞാനിത് നമ്മൾ അങ്ങനെ പോയി പഠിച്ച ആളൊന്നുമല്ല. നമ്മൾ ഈ പറഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഡ്രോയിങ്ങൊക്കെ അത്യാവശ്യം ഒന്ന് പഠിച്ച് വന്നേ. അപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു രീതികളായിരിക്കും. പലർക്കും ഞാൻ വരയ്ക്കുന്ന രീതി ആയിരിക്കും ചിലപ്പോൾ മറ്റൊരാൾ വരയ്ക്കുന്ന സമയത്ത് ഓരോരുത്തർക്കുള്ള സ്റ്റൈലുണ്ടാവും. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ കാണും. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയുണ്ടാവും തെറ്റുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. പിന്നെ നിങ്ങൾ വരച്ച് വരുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏത് കളറാണ് ആദ്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ
എങ്ങനെയാണ് ഡ്രോയിങ്ങിൻ്റെ ആ ഒരു രീതി എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ച് ഡ്രോയിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിപ്പം ആദ്യം വരച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒന്നും നമുക്ക് മനസ്സിലാക്കണം നിർബന്ധമില്ല. ഈ പറഞ്ഞ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വരച്ച് പഠിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടും. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലരും ഡ്രോയിങ് തെറ്റിപ്പോകുമെന്ന് കരുതിയിട്ട് പലരും ആ ഒരു പേടി കൊണ്ട് ഡ്രോയിങ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ചെയ്താണ് ഡ്രോയിങ് പഠിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വരച്ച് വന്നതെന്ന് നിങ്ങൾ ഓർക്കുക, ഞാനുൾപ്പെടെ. അപ്പോൾ എൻ്റെ കാര്യം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോ സമയത്തും ഞാൻ വരച്ച് പഠിച്ച് വന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് വരച്ച് വന്നത്, അല്ലെങ്കിൽ ഇന്ന പോലെ ഞാനും മിസ്റ്റേക്കുകൾ ഒരുപാട് ചെയ്തിട്ടാണ് പിന്നീട് ബെറ്ററായിട്ട് വരാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പലരും കുറച്ച് ദിവസം വരച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയായാലും കരുതി ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇട്ടിട്ട് പോവില്ല, നിങ്ങൾ തീർച്ചയായും മുമ്പോട്ട് വരും. അപ്പം നമുക്ക് ഇതിനോട് താല്പര്യം എന്തായാലും വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. കളർ പെൻസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ലെയറിങ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഒരുപാട് ലെയറിങ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്ന ഓരോ ഫേസും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി വരയ്ക്കുന്ന സമയത്ത് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മൾ ഡയറക്റ്റ് ബ്ലാക്ക് പെൻസിൽ അല്ല യൂസ് ചെയ്യുന്നത്, വേറെ കളറോടെ ആഡ് ചെയ്തിട്ടാണ് മുടിയൊക്കെ വരയ്ക്കുന്നത്. പിന്നെ കണ്ണ് വരയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഫോട്ടോ വരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഫോട്ടോ ഏതാണ്, ആ റെഫറൻസ് ഇമേജ് നല്ല രീതിയിൽ നോക്കിയിട്ട് അതിലുള്ള കളേഴ്സ് എല്ലാം നമ്മൾ മാക്സിമം ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക വരയ്ക്കുന്ന സമയത്ത്. അങ്ങനെയൊക്കെയാണ് കളർ പെൻസിൽ ഡ്രോയിങ് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കി ചെയ്യാനായിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഡ്രോയിങ് ട്യൂട്ടോറിയൽ ഇപ്പം കൂടുതലായിട്ടും ചെയ്യുന്നത്. കുറേ ലോങ് വീഡിയോ ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് ഈ പറഞ്ഞ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. എങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഡ്രോയിങ് ഇനിയും ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടാവുന്നതാണ്. നിങ്ങൾ കാണാനുള്ള താല്പര്യത്തോടെ നിങ്ങൾ ഈ ചാനലിലേക്ക് വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ ചാനലിലും വീഡിയോസ് എത്തിയാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോസ് ഇരുന്ന് കാണുകയും ചെയ്യും, അവർക്ക് വരച്ച് നോക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോസ് കാണുക കേട്ടോ. വരച്ച് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കുക. തീർച്ചയായും ചെറിയൊരു താല്പര്യമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വരച്ച് നോക്കുക. പലർക്കും ഡ്രോയിങ് കാണുന്ന സമയത്ത് വരയ്ക്കണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ പലരും ഈ പറഞ്ഞ പോലെ പേടി കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തെറ്റിപ്പോക്കോട്ടെ, നമുക്ക് പിന്നെ സമയമുണ്ട്, അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതി തന്നെ നിങ്ങൾ വീണ്ടും വരയ്ക്കുക. വരച്ചാലേ നമുക്കിത് നേരിട്ട് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാറ്റഗറിയാണ് ആർട്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റ് കഴിവ് പോലെയല്ല, നമുക്ക് പെട്ടെന്നൊന്ന് കയറി വരാൻ പറ്റുന്നൊരു കഴിവല്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ഗ്രോ ചെയ്ത് വരാൻ പറ്റുന്നൊരു മേഖലയല്ല ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയാൽ പോലും ഒന്ന് ഗ്രോ ആയി വരണമെങ്കിൽ കുറേ താമസം എടുക്കും. മറ്റുള്ള കാറ്റഗറിയൊക്കെയാണ് പെട്ടെന്ന് തന്നെ ക്ലിക്കായി കയറിപ്പോകും. പക്ഷേ നമ്മുടെ ഈ ഒരു ആർട്ട് എന്ന് പറയുന്നത് അതിനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം വന്ന് അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് വീഡിയോ എത്തിയാൽ മാത്രമേ എനിക്ക് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാകുന്നുള്ളൂ. അപ്പം മെയിനായിട്ട് ഈ പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക. കാരണം നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും, ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകും, അറിയുന്ന ആൾക്കാരുണ്ടാകും. അപ്പം അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള വീഡിയോസ് അവർ കാണുകയും ചെയ്യും. ഞാൻ ഇടുന്ന അടുത്ത വീഡിയോ അവർ തുടർച്ചയായിട്ട് കാണുകയും ചെയ്യും. അപ്പം പിന്നെ അവരിൽ നിന്ന് അവർ അടുത്ത ആളിലേക്ക് ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് നല്ല കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഓരോ ഡ്രോയിങ് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ ഡ്രോയിങ് നമ്മൾ വീഡിയോസ് ആയിട്ട് എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതെല്ലാം കുറേ കഷ്ടപ്പാട് സഹിച്ച് തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിൽ കൂടുതലായിട്ട് നമുക്ക് അതിനുവേണ്ടി ഒരുപാട് മെനക്കെടുണ്ട്, ഒരുപാട് സമയം പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇടുന്ന വീഡിയോസിന് നമുക്ക് വ്യൂ ഇല്ല വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയുക വിഷമം തോന്നാറുണ്ട്. എല്ലാവർക്കും എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും തന്നെ അങ്ങനെ തോന്നാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയാം അതിനെക്കുറിച്ച്. നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് റിസൾട്ട് കിട്ടിയാലേ നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയുക. അപ്പം അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആരുടെയും സഹായം ഇല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ ആ ഡ്രോയിങ് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നോക്കി വരച്ചെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പം ഇപ്പോൾ ഒരുപാട് പേര് ഈ ഡ്രോയിങ്ങിലേക്ക് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയാസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് ഡ്രോയിങ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം മറ്റുള്ളവർ ഡ്രോയിങ് ചെയ്ത് കാണുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അവർക്കും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.
ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയൊക്കെയാണ് ലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നെറ്റിയുടെ നടുവിലായിട്ട് വരുന്നുണ്ട്, അതുപോലെ കവിളിൻ്റെ 2 സൈഡിലായിട്ട്, പിന്നെ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്ത്, പിന്നെ ചുണ്ട് തൊട്ട് താടിയുടെ ഭാഗത്തൊക്കെ ലൈറ്റ് അടിച്ചിട്ട് അവിടെയൊക്കെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ഷെയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ആ ഒരു സ്കിൻ കളർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡ് ചെയ്താൽ മാത്രം മതി. എങ്കിൽ വെറുതെ ഇടാനും പാടില്ല, അതായത് നിങ്ങൾ ആ പേപ്പർ വൈറ്റ് ആയിട്ട് ഇടാനും പാടില്ല. ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുക്കുക, ഒരുപാട് ഡാർക്കാക്കി കൊടുക്കാണ്ടിരുന്നാൽ മതി. ബാക്കി അതിൻ്റെ ചുറ്റുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം നമുക്ക് നല്ല എടുത്ത് കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ നല്ല ആ ഒരു നമ്മുടെ ഫോട്ടോയിലുള്ള പോലെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാണ്ട് ആരെ വൈറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് ചെറിയ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക, ബാക്കിയുള്ള ചുറ്റുമുള്ള ഭാഗത്തൊക്കെ ഡാർക്ക് ഷെയ്ഡും കൊടുക്കുക. അതായത് ആ ഫോട്ടോയിലുള്ള ആ ഷെയ്ഡ് അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ചുണ്ടിൻ്റെ ആ ഒരു നിറം നമ്മൾ ഒരു ബ്രൗൺ കളർ പോലെയാണ് വരുന്നത്. അപ്പം നമുക്കവിടെ വേറെ റെഡ് കളർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ചില ഫോട്ടോയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ലിപ്പിൻ്റെ കളർ റെഡായിട്ട് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഫോട്ടോയിലുള്ള കളർ തന്നെ കൊടുത്താൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് നമ്മൾ ചുണ്ടല്ലേ അപ്പം നമ്മൾ ആ ഒരു കളർ കൊടുക്കണം അല്ലെങ്കിൽ റെഡ് കളർ കൊടുക്കണം എന്നുള്ള മൈൻഡിൽ അങ്ങനെ കൊടുക്കൊന്നും വേണ്ട. നമ്മൾ ആ ഫോട്ടോയിലുള്ള കളർ തന്നെ ചൂസ് ചെയ്താൽ മതി. അപ്പം ഒരു ബ്രൗൺ കളറാണ് അവിടെ വരുന്നത്. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് ലെയർ പോലെ നമുക്ക് ഒരു സ്കിൻ കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ 2ാമത്തെ ലെയറായിട്ട് നമുക്ക് ബ്രൗൺ കളർ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോട്ടോയിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ചിരിക്കുമ്പോൾ വരുന്ന ആ ഒരു 2 സൈഡായിട്ട് വരുന്ന ആ ഒരു വര പോലെയുള്ള കവിളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ബ്രൗൺ കളർ ഉപയോഗിച്ച് വരച്ച് പോയാൽ മതി. പിന്നെ പല്ലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളവിടെ ഷെയ്ഡൊന്നും ചെയ്യുന്നില്ല. പല്ലിൻ്റെ ഭാഗം നമ്മളവിടെ വൈറ്റ് ആയിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ബാക്കി ചുണ്ടും ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ, അത് വൈറ്റ് ആയിട്ട് തന്നെ ഇട്ടാച്ചാൽ മതി. അവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യാതെ കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാണെന്ന് നിർബന്ധമില്ല, വൈറ്റ് ആയിട്ട് നടന്നോട്ടെ അത് പല്ലിൻ്റെ ഭാഗം. പിന്നെ പല്ല് വരയ്ക്കുമ്പം ആ ഒരു ഫോട്ടോയിൽ കാണുന്ന പല്ലിനെ അത്ര എണ്ണം കറക്റ്റായിട്ട് തന്നെ തെറ്റി പോകാണ്ട് വരയ്ക്കാണ്ട് ശ്രമിക്കുക. ആ ഒരു വലിപ്പവും ആ ഒരു എണ്ണമൊക്കെ കറക്റ്റായിട്ട് തന്നെ നോക്കി തന്നെ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ നോക്കി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. മിസ്റ്റേക്കൊന്നും വരാണ്ട് ചെയ്യുക, കാരണം കളർ പെൻസിലാണ്, നമുക്ക് മായ്ക്കാൻ പറ്റില്ല. കണ്ണ്, മൂക്ക്, അതുപോലെ ചുണ്ട്, പിന്നെ പല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ തെറ്റിപ്പോകാണ്ട് മിസ്റ്റേക്കൊന്നും വരുത്താണ്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ വരയ്ക്കുന്നുള്ളൂ. അടുത്ത പാർട്ട് ഉണ്ടാക്കി നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. ഞാൻ വലിയ സ്പീഡിലൊന്നും കാണിക്കാത്തതുകൊണ്ട് വീഡിയോ ഒരുപാട് ലോങ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങളൊന്ന് വരയ്ക്കുക കേട്ടോ. ഷെയ്ഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നല്ല കമൻറ്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ നേരത്തെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ.